വെരിക്കോസ് വെയിൻ ആണോ നിങ്ങളുടെ പ്രശ്നം? എങ്കിൽ ഈ വീഡിയോ കാണാതെ നിങ്ങൾ ഒരിക്കലും സർജറി ചെയ്യരുത്. എന്തുകൊണ്ടാണ് സർജറി ചെയ്ത പല ആളുകളിലും വീണ്ടും വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം വരുന്നത്? സർജറി ചെയ്യാതെ തന്നെ വെരിക്കോസ് വെയിൻ നമുക്ക് വെറും മരുന്നിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുമോ? അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ ഡോക്ടർ ഷംലീന, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഒരു സർജറിയും ഇല്ലാതെ തന്നെ നമുക്ക് വെരിക്കോസ് വെയിൻ വെറും മരുന്നിലൂടെ അല്ലെങ്കിൽ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഞങ്ങളുടെ ചികിത്സ എങ്ങനെയെന്നാൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും സഹായത്തോടെ മരുന്ന് നിർണ്ണയവും രോഗനിർണ്ണയവും നടത്തി ഓരോ പേഷ്യൻറ്റിൻ്റെയും മാനസിക ശാരീരിക പ്രത്യേകതകളെ പരിഗണിച്ച് ജർമ്മനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്ത ഹോമിയോപ്പതിക് പൊട്ടൻറ്റൈസ്ഡ് മെഡിസിനുകൾ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളിവിടെ ചികിത്സ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ രോഗിയുടെയും ശാരീരിക മാനസിക പ്രത്യേകതകളെ നമ്മൾ പ്രത്യേകം പരിഗണിച്ച് ഓരോ രോഗിക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ ലഭ്യമാക്കുന്നത്. നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും എന്താണ് വെരിക്കോസ് വെയിൻ എന്ന്. നമ്മുടെ കാലുകളിൽ കാണുന്ന തടിച്ച് വീർത്ത് ചുരുണ്ട് കിടക്കുന്ന നീല നിറത്തിലൊക്കെ കാണുന്ന ഞരമ്പുകളാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ കാലുകളിലെ രക്തക്കുഴലുകളിൽ ഒരു വാൽവുകളുണ്ട്. ഈ വാൽവുകളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാതെ വരുമ്പോൾ നമുക്ക് രക്തം മുകളിലോട്ട് പോകുന്നതിന് പകരം താഴോട്ട് തന്നെ വരുമ്പോൾ ഓരോ രക്തക്കുഴലുകളിലും രക്തസമ്മർദ്ദം കൂടിയിട്ടാണ് ഇങ്ങനെ ഞരമ്പുകൾ ചുരുണ്ട് തടിച്ച് കാണപ്പെടുന്നത്. ഈ കണ്ടീഷനാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. ഇത് പുറമേ നോക്കുന്ന ഒരു സ്കിൻ കംപ്ലൈൻ്റ് ആയിട്ട് ചിലപ്പോൾ തോന്നും, പക്ഷേ അങ്ങനെയല്ല. ഇതുകൊണ്ട് നമുക്ക് അസഹനീയമായ വേദന ഉണ്ടാവാം പലർക്കും. ചിലർക്കത് ഈ വെയിന് പൊട്ടിയിട്ട് ഞരമ്പ് പൊട്ടിയിട്ട് ബ്ലീഡിങ് ആയിട്ട് മുറിയായിട്ട് അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലോട്ട് പോവാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഷുഗർ കൂടെ ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ആ മുറിവ് മാറാതെ ഉണങ്ങിപ്പോവാതെ പഴുത്ത് ആകെ വ്രണമായിട്ട് മാറുന്ന അവസ്ഥയും കണ്ടുവരാറുണ്ട്. എങ്കിലും പല ആളുകളിലും ഇത് വെറുതെ നമുക്ക് കാണുമ്പോൾ അവർക്ക് വെരിക്കോസ് വെയിൻ ഉണ്ട് എന്നല്ലാതെ മറ്റ് പല ബുദ്ധിമുട്ടുകളൊന്നും പല ആളുകളിലും ഉണ്ടാവാറില്ല. ആർക്കൊക്കെയാണ് ഇത് കാണുന്നത് എന്ന് വെച്ചാൽ പാരമ്പര്യം ഇതിൻ്റെ പ്രധാനമായിട്ട് ഒരു ഘടകം തന്നെയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഗ്രാൻഡ് പാരൻസിനോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നല്ല തടിയുള്ള ആളുകളിൽ കാലുകളിലോട്ട് ഭാരം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലും വെരിക്കോസ് വെയിന് ചാൻസ് കൂടുതലാണ്. പിന്നെ വരുന്ന ഒരു കണ്ടീഷനാണ് പ്രഗ്നൻസിയിലും നമുക്ക് വയറൊക്കെ വീർക്കുന്നതിനനുസരിച്ച് നമ്മുടെ കാലുകളിലോട്ടുള്ള പ്രഷർ ഭാരം കൂടി വരും. അങ്ങനെയുള്ളപ്പോഴും ഈ വാൽവുകളുടെ പ്രവർത്തനത്തെ ബാധിച്ച് വെരിക്കോസ് വെയിൻ കാണാറുണ്ട്. പിന്നെയുള്ള ആളുകളെന്ന് വെച്ചാൽ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഞരമ്പുകളൊക്കെ വളരെ ദുർബലമായി തുടങ്ങും. അങ്ങനെയുള്ള കണ്ടീഷനുകളിലും ഇത് കാണാറുണ്ട്. പിന്നെ വരുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ഒരുപാട് നേരം നിന്നിട്ടോ ഇരുന്നിട്ടോ, അതായത് നമ്മുടെ ടീച്ചേഴ്സ്, ഡ്രൈവേഴ്സ്, ബസ് കണ്ടക്ടേഴ്സ്, അതുപോലെ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മുടെ കടകളിലൊക്കെ ഉള്ള സെയിൽസ് സ്റ്റാഫ്സ് തുടങ്ങിയ ആളുകളിലൊക്കെ ഈ കണ്ടീഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിനെ മാറ്റിയെടുക്കാവുന്ന ഒന്നാണ്. ഇത് തുടങ്ങുന്നത് എങ്ങനെ ഒരു ഞരമ്പ് തടിച്ച് ചുരുണ്ട് കിടന്ന് അങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ പതിയെ നമ്മുടെ തൊലിയുടെ നിറം മാറി അവിടെ ഒരു കറുപ്പ്, സാധാരണ തൊലി നിറത്തിന് പകരം കുറച്ച് കറുത്തിട്ട് തൊലി കുറച്ച് കട്ടിയായിട്ടൊക്കെ കണ്ടുവരും. പിന്നെ പതിയെ ചൊറിച്ചിലൊക്കെ തുടങ്ങി. ചിലർക്ക് എങ്ങനെ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഈ ചൊറിച്ചിൽ തുടങ്ങുമ്പോൾ നമ്മളത് നന്നായിട്ട് ചൊറിഞ്ഞ ഭാഗം പതിയെ പൊട്ടാൻ തുടങ്ങും. അങ്ങനെ പൊട്ടുമ്പോഴാണ് പലരിലും ബ്ലീഡിങ് വരുന്നത്. ബ്ലീഡിങ് വരുമ്പോൾ നമ്മളൊരു ഡ്രസ്സിങ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ബ്ലീഡിങ് അവിടെ തന്നെ നിൽക്കും, സ്റ്റോപ്പ് ആവുന്നതാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഷുഗറും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. പിന്നെ മുറി ഉണങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, ഉള്ളിലോട്ടുള്ള ഞരമ്പുകൾ പൊട്ടി അവിടെ നല്ല മുറിയായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. പലരിലും എന്താണെന്ന് വെച്ചാൽ ചില ആളുകളൊക്കെ വരും 2 കാലിലും വെരിക്കോസ് വെയിൻ ഉണ്ടാവും. ഈ വെരിക്കോസ് വെയിനേക്കാളും അവർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും ഈ വെരിക്കോസ് വെയിൻ മൂലം വന്നിട്ടുള്ള മുറികളായിരിക്കും. അത് മാറാതെ അതിൽ നിന്ന് ചെലവോ നീരോ ഒക്കെ വന്നിട്ട് അസഹനീയമായ വേദനയും ഉണ്ടാവാം, ദുർഗന്ധവും ഉണ്ടാവാം. ആളുകളുടെ ഇടയിൽ പോകാൻ മടിയായിരിക്കാം. കാരണം ആളുകളുടെ ഇടയിൽ നമ്മൾ ഈ കാല് വെച്ച് പോകുമ്പോൾ അത് ഒന്നാമത് മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കാം. അതിൽ നിന്ന് നീരോ ചെലോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ ദുർഗന്ധം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇതിൽ പൊടിയും ഇതൊക്കെ ആവുന്നതും കൂടുതലായിരിക്കും. അങ്ങനെ പൊടിയൊക്കെ ആവുകയാണ് എന്നുണ്ടെങ്കിൽ അതുമൂലം വീണ്ടും ഇൻഫെക്ഷൻ വരാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒപ്പം തന്നെ വരുന്നതാണ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ നല്ല വേദന, അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ മസിലിനൊരു, നമ്മുടെ പലരും പറയും കോച്ചിപ്പിടുത്താണ്, കിടന്ന് കഴിഞ്ഞാലൊരു കോച്ചിപ്പിടുത്താണ് കാലിന്, മസിൽ ക്രാംസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ വരുന്നത്. അതുപോലെ കാലുകളിൽ നീര് വരുന്നത്. ഡോക്ടറെ കാലിൽ ഭയങ്കര നീരാണ്, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ
വെരിക്കോസ് വെയിൻ്റെ ഭാഗമായിട്ട് വരുന്ന നീർക്കെട്ടാണ്. അപ്പോൾ അതുമൂലവും വേദന വരും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പ്രധാനമായിട്ടും പറ്റുന്ന കാര്യങ്ങൾ ഒരുപാട് നേരം നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇരിക്കാതിരിക്കുക. നിൽക്കുന്ന ജോലിയാണ് എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുക, കുറച്ച് നേരം നടക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം ഇരിക്കുക. അതുപോലെ ഒരുപാട് നേരം ഇരുന്നിട്ടുള്ള ജോലിയാണെങ്കിൽ ഇടയ്ക്കൊക്കെ എണീറ്റ് നടക്കുക, ഇരിക്കുമ്പോൾ കാല് ഉയർത്തി വെച്ചിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലം നമുക്കൊരു പരിധിവരെ ഈ വേദനയും ഒക്കെ കുറക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് പകൽ സമയങ്ങളിലൊക്കെ സ്റ്റോക്കിങ്സ് ഉപയോഗിക്കുക. കാലുകളിൽ നല്ല മുറുക്കമുള്ള സ്റ്റോക്കിങ്സ് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ വാങ്ങിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ കറക്റ്റ് സൈസിലുള്ള സ്റ്റോക്കിങ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കിടക്കുമ്പോൾ ഒഴിവാക്കാം. രാവിലെ എണീറ്റ ഉടനെ സ്റ്റോക്കിങ്സ് ധരിച്ച് നമുക്ക് അടുത്ത് കിടക്കാൻ പോകുന്നത് വരെ അത് ഉപയോഗിക്കുന്നത് ഒരു പരിധി വരെ ഇത് കുറക്കും. അതുതന്നെയാണ് നമ്മൾ പലരിലും സർജറി മുന്നേ കഴിഞ്ഞിട്ടുണ്ടാവും വെരിക്കോസ് വെയിൻ, പക്ഷേ വീണ്ടും അവർക്ക് ഈ കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ടാവും. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മുൻപ് ഒരു വെയിനിൽ ഒരു ഞരമ്പിലാണ് വെരിക്കോസ് വെയിൻ വന്നിട്ട് എന്നുണ്ടെങ്കിൽ ചിലരിൽ അത് പുതിയ ഞരമ്പിൽ വീണ്ടും വരാം. അങ്ങനെയാണ് ചില സർജറിയിൽ വീണ്ടും വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് പുതിയൊരു ഞരമ്പിൽ വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ മുൻപത്തെ ചെയ്ത ഞരമ്പിൽ തന്നെ അതിൻ്റെ വാൽവ് ശരിയായിട്ട് അടഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കേസിലും വീണ്ടും വരാം. പിന്നുള്ളൊരു കേസ് എന്താണെന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അവർക്കിത് പിന്നെ അവർ ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ സർജറി കഴിഞ്ഞു, ഇനി എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കാൻ പാടില്ല. അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഈ സ്റ്റോക്കിങ്സ് തുടങ്ങിയവ ഉപയോഗിക്കാനും അതുപോലെ ഒരുപാട് നേരം ഇരിക്കാതിരിക്കാനും അല്ലെങ്കിൽ ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മൂലം മാത്രമേ നമുക്ക് സർജറി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇതിനെ പൂർണ്ണമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല, സാധാരണ പോലെ അങ്ങ് പോവുകയാണ്, ഒരു ശ്രദ്ധയും വ്യായാമം ചെയ്യുന്നില്ല, നടക്കുന്നില്ല, എങ്ങനെയാണോ എന്തുകൊണ്ടാണോ വന്നത് ആ കാരണങ്ങളൊക്കെ അതുപോലെ തന്നെ തുടർന്ന് പോവുകയാണ് എന്നുണ്ടെങ്കിൽ സർജറി കഴിഞ്ഞതാണ് എന്നുണ്ടെങ്കിലും വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നേരം നിൽക്കുന്നതും നടക്കുന്നതും ഒഴിവാക്കുക. പിന്നെ അതുപോലെ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുക. നടക്കുകയോ സൈക്ലിങ്ങോ നീന്തുകയോ ഇല്ലെങ്കിൽ കാലിന് കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് വരുന്ന തരത്തിലുള്ള, കാല് കൂടുതൽ പ്രാവർത്തികമാകുന്ന തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. ഞാൻ തന്നെ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തെല്ലാം എക്സസൈസുകളാണ് നമുക്ക് വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുണ്ട്. കാലിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള എക്സസൈസുകൾ സ്ഥിരമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇനി ഇതുവരെ വന്നിട്ടില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ വരാതിരിക്കാനും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്നത് മൂലം നമ്മുടെ ബ്ലഡ് ഫ്ലോ ഒക്കെ, രക്തസംക്രമണം ഒക്കെ ശരിയായ രീതിയിൽ നടക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. ഓൾറെഡി വെരിക്കോസ് വെയിൻ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ കുറേ നേരം ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാലെവിടെയെങ്കിലും പൊക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ രാത്രി കിടക്കുമ്പോൾ കാലിൻ്റെ ഇടയിൽ ഒരു പില്ലോയോ തലയിണയോ ഒക്കെ വെച്ച് ഒന്ന് കാല് ചെറുതായിട്ട് പൊക്കി വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സ്റ്റോക്കിങ്സ് പകൽ സമയങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് കറക്റ്റ് സൈസിലുള്ള സ്റ്റോക്കിങ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റോക്കിങ്സ് ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ നല്ല കറക്റ്റായിട്ട് പോകാൻ സഹായിക്കും. അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങളിൽ കാല് ധരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ യങ്ങായിട്ടുള്ള ലേഡീസ് ഉപയോഗിക്കുന്നതാണ് ഹൈ ഹീൽസ് ഉപയോഗിക്കുന്നത് മൂലം ഇതിൻ്റെ നമുക്ക് വേദനയും കാര്യങ്ങളൊക്കെ കൂടാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ എവിടേക്കെങ്കിലും യാത്രയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ വണ്ടി നിർത്തി ഒന്ന് ബ്രേക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവലാണ് എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് സീറ്റിൽ നിന്നൊക്കെ എണീറ്റ് ഒന്ന് നടക്കാനൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരുപാട് വെയിറ്റുള്ള എക്സസൈസുകൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ചിലരൊക്കെ ഉണ്ടാവും വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നവർ. അങ്ങനെയുള്ളവർ ആ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. കാരണം വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുമ്പോഴും നമ്മുടെ കാലുകളിലോട്ടാണ് ഭാരം കൂടുന്നത്. അതും നമ്മുടെ ഉള്ള കണ്ടീഷനെ കൂടുതൽ മോശമാക്കാനേ സഹായിക്കുകയുള്ളൂ. അപ്പോൾ എക്സസൈസ് എപ്പോഴും കാലിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾ. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വൈറ്റമിൻ സി, വൈറ്റമിൻ B3, അതുപോലെ വൈറ്റമിൻ K ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നാരുകൾ, ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ നേന്ത്രപ്പഴം, മധുരക്കിഴങ്ങയെല്ലാം. ഇതെല്ലാം ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെള്ളം ധാരാളമായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും
എന്നിട്ടും നിങ്ങളുടെ പെയിനോ വേദനയ്ക്കൊന്നും മാറ്റമില്ലെങ്കിൽ മാത്രം നിങ്ങൾ ശരിക്കും ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി. തുടക്കത്തിൽ തന്നെ നമുക്ക് മരുന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുടക്കത്തിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നിങ്ങളുടെ വേദനയും കാര്യങ്ങളൊക്കെ മാറും. പക്ഷേ അതൊരു മുറിയിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായത്തോടെ മരുന്ന് എടുക്കേണ്ടത് തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഷംലീന, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.